നമസ്കാരം കൂട്ടുകാരെ, ഡിജിറ്റൽ ഐഡിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാർക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 5.1 ഡോൾബി DTS AVR മോഡലുള്ള ഒരു 5.1 ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ കൂട്ടുകാർക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ ആംപ്ലിഫയർ മാത്രമല്ല, നമ്മൾ ഫുൾ സിസ്റ്റം നമ്മൾ ഈ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലോ കോസ്റ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫുൾ സിസ്റ്റമാണ് ഇന്ന് നമ്മൾ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. ഈ ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജ് നമ്മൾ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രിലിക്കാണ് നമ്മൾ ഈ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് മാറ്റ് വിത്ത് ഗ്ലാസ് ടൈപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളിവിടെ നമ്മുടെ നെയിമും ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കൺട്രോൾ വരുന്നത്. ഇത് നമ്മൾ സബിന്റെ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലായിട്ടാണ് നമ്മുടെ USB ഇൻപുട്ട് വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫ്യൂടെക്കിന്റെ വലിയ HDMI കിറ്റാണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വലിയ ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മൾ എൻകോഡർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ട് പവർ സ്വിച്ചും നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ 4 ഗോൾഡൻ ബുഷും നമ്മൾ ഈ ആമ്പിന് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ആംപ്ലിഫയറിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതേപോലെ തന്നെ ബാക്ക് സൈഡും നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ കണക്റ്റിംഗ് ഏരിയാസ്, കാര്യങ്ങളൊക്കെ, കണക്ടിവിറ്റീസ്, അതുപോലെ സ്പീക്കർ ഔട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഒരു AC കാർഡ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഒരു ഫ്യൂസും നമ്മളിവിടെ പ്ലേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 2 പിൻ AC കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ടാണ് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത്. ഈ ക്യാബിനിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ സ്പീക്കർ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, ഇങ്ങനെയാണ് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇതിലായിട്ടാണ് നമ്മൾ കൂളർ ഫാൻ വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് എയർ ഔട്ട് ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ കൂളർ ഫാൻ പ്ലേസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഇതിനകത്തുള്ള മദർ ബോർഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. ഇതിനകത്ത് നമുക്ക് 3 HDMI ഇൻപുട്ടും ഒരു HDMI ഔട്ട്പുട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഔട്ട്പുട്ട് വന്നിട്ട് ARC ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് 2 ഒപ്റ്റിക്കല്, 2 കോയാക്സിയല്, ഒരു ഓക്സ്, ഇത്രയൊക്കെ കണക്ടിവിറ്റീസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലോ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബനാന സോക്കറ്റ് ഒന്നും ഇല്ലാതെ നോർമൽ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പീക്കർ ടെർമിനലൊക്കെ നമ്മൾ ലോക്കലല്ല എടുത്തിരിക്കുന്നത്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങനെ കംപ്ലൈന്റ് വരുന്ന ഒരു ടൈപ്പ് അല്ല ഈ ഒരു ഐറ്റം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോഡൽ തന്നെയാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ആംപ്ലിഫയറിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ആംപ്ലിഫയറിന്റെ ടോട്ടലായിട്ടുള്ള ഒരു ഇൻസൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. ഇനി നമുക്ക് ആംപ്ലിഫയറിന്റെ ഓരോരോ കാര്യങ്ങളോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പവർ സപ്ലൈ തൊട്ട് തുടങ്ങാം. ഇത് നമ്പർ 3 4.25 ഇഞ്ച് കോറിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 12.012 ഒരു 6 ആംപിയറും 27.027 ഒരു 8 ആംപിയറും അതേപോലെ തന്നെ 12.012 2 ആംപിയറാണ് നമ്മൾ ഇതിനകത്ത് വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഫാൻ ലൈറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മില്ലി ആംപിയർ കണക്കിലാണ് 12 വോൾട്ട് ഇതിനകത്ത് വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. യാതൊരു നിലയ്ക്കും സപ്ലൈ ഡ്രോപ്പ് വരാത്ത രീതിയിലാണ് നമ്മൾ ഇതിനെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ 12.012 ഫിൽട്ടർ സ്റ്റേജ് ആയിട്ട് 4725 2 കപ്പാസിറ്ററും അതേപോലെ തന്നെ 6 ആംപ്സ് ഡയോഡാണ് നമ്മളിവിടെ പവർ സപ്ലൈയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ സബിന്റെ സെക്ഷനിലേക്ക് 27 നമ്മൾ 10 ആംപിയറിന്റെ ഡയോഡും അതേപോലെ തന്നെ 1050 കപ്പാസിറ്ററുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2030 ഒറിജിനൽ IC വെച്ചിട്ടുള്ള 5 ചാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് നമ്മുടേതായ രീതിയിൽ ഔട്ട്പുട്ട് മാറ്റിയെടുത്തിട്ടാണ് ഈ ഒരു ഐറ്റം ചെയ്തിരിക്കുന്നത്. പിന്നെ ആംപ്ലിഫയറിന്റെ ഓഡിയോ ഔട്ട്പുട്ടിൽ ഹമ്മിങ്, ഹിസ് അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഈ ആമ്പിനില്ല.
പക്ക സൈലന്റ് ആകുമ്പാണ്, നല്ല ഡീറ്റെയിലിംഗ് ഔട്ട്പുട്ടുമാണ് ഈ ഒരു ആമ്പിന് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ നമ്മുടേതായ ഫീഡ്ബാക്ക് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവം മോഡിഫൈ ചെയ്ത് ഇത്ര ഔട്ട്പുട്ട് ഇതിനെ കൊണ്ടുവരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒറിജിനൽ ഐസി ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയാണ് ഓഡിയോയ്ക്ക്. നമുക്കിത് ഏകദേശം ഒരു 20 കൊല്ലം പഴക്കമുള്ള ഐസിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പണ്ടത്തെ ഐസി നമുക്ക് കുറച്ച് കിട്ടാനുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്നതാണ് നമ്മളിവിടെ എടുത്ത് ആമ്പായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ആംബിയർ ഇത്രയും കൊടുത്തോണ്ട് തന്നെ ഓഡിയോയ്ക്ക് നല്ല സ്ട്രെങ്ത് ആണ്. ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിനകത്ത് പതറലില്ല, നോയ്സ് ഇല്ല, ഹമ്മില്ല, ഹിസ്സില്ല. അങ്ങനെ പക്ക സൈലന്റ് ആയിട്ടാണ് ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ചാനലിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് 20 വാട്ടാണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ആ ഒരു കണക്കിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു മോസറ്റ് ബോർഡാണ് നമ്മൾ സബിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് നമ്മൾ ബേസ് മോഡലായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഡ്രൈവുകളൊക്കെ കുറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് 150 വാട്ട്സ് ആണ് ഇതിന്റെ RMS പവർ മാക്സിമം വരുന്നത്. അപ്പൊ ആ ഒരു കണക്കിലാണ് നമ്മൾ ഈ ബോർഡ് ചെയ്തെടുത്തിരിക്കുന്നത്. മോസറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് 9040 250 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രൈവ് സെക്ഷനാണ് നമ്മൾ ഫുള്ളായിട്ട് കുറച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഒരു ഒരടി ലെങ്ത് ഉള്ള ഒരു ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ് ആണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചാനൽ ബോർഡിനും സബിനും നമ്മൾ ഒറ്റ ഹീറ്റ് സിങ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അൾട്രാ ഡിജിറ്റൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ് 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ടെമ്പറേച്ചർ കൺട്രോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ ബോർഡാണ്, നമ്മളിപ്പോൾ പുതിയതായിട്ട് അടിച്ചിട്ടുള്ള ഒരു ബോർഡാണ്. പിന്നെ ഇതിൽ 2 കൂളർ ഫാൻ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഫാൻ വന്നിട്ട് എയർ ഇന്നും ഒരു ഫാൻ വന്നിട്ട് എയർ ഔട്ട് എന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഒരു ഫാൻ വന്നിട്ട് എപ്പോഴും റണ്ണിങ്ങിലായിരിക്കും. ഈ ഒരു ഫാനാണ് നമ്മൾ ടെമ്പറേച്ചർ സർക്യൂട്ട് വഴി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബോർഡ് ഹീറ്റ് സിങ് ചൂടായി ഇതായി വരുമ്പോഴാണ് ശരിക്കും ഈ ഫാൻ കറങ്ങുന്നത്. നോർമലിൽ ഈ ഫാന് എപ്പോഴും റണ്ണിങ്ങിൽ ഉണ്ടാവും. പിന്നെ ആംപ്ലിഫയറിൽ ഫാൻ നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല പോലെ തന്നെ ഫാൻ്റെ സ്പീഡൊക്കെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ടാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിന്റെ HDMI വരുന്ന അവരുടെ DSP കിറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഡോൾബി DTS ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ ഔട്ട്പുട്ട് ചെയ്യും. ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല ഓഡിയോ ക്ലാരിറ്റി തരുന്ന ഒരു അടിപൊളി റിമോട്ട് കിറ്റാണ് ഈ ഒരു ഐറ്റം. പിന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് നല്ല ഹൈ ആയിട്ടുള്ള റേറ്റ് തന്നെയുണ്ട് ഈ ഒരു കിറ്റിന്. അപ്പോൾ ഒരു ഇതെല്ലാവർക്കും അറിയണതാണ്. അപ്പൊ നമ്മൾ പല കടകളിലും പല റേറ്റ് ആയാലും നമ്മൾ അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയണില്ല. ഇതിനകത്ത് നമുക്ക് ഡോൾബി കണ്ടന്റ് അതുപോലെ DTS കണ്ടന്റ് ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഡീകോഡ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിറ്റാണ് ഈ ഒരു സംഭവം. അപ്പൊ നമ്മൾ ഈ ആമ്പ് ചെയ്യുന്നിടത്ത് പ്രൊജക്ടറൊക്കെയാണ് കസ്റ്റമർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ AVR മോഡലിൽ നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് നമ്മുടെ ഒരു സബോപ്രിയാണ് ഈ ഒരു ഐറ്റം. അപ്പൊ നമ്മളിത് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വരച്ചിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ. ഇത് നമ്മൾ വളരെ കംഫർട്ടാക്കി അതേപോലെ തന്നെ വളരെ സൈസ് ചെറുതാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സബോപ്രിയാണ് ഈ ഒരു മോഡൽ. ഇത് ഞാനിവിടെ കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് റിമോട്ട് കിറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ റിമോട്ട് കിറ്റിന് പക്ക മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ റിമോട്ട് കിറ്റ് ആകുമ്പോൾ 99% നമ്മൾ ഈ ഒരു ഐറ്റം ആയിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുക. പിന്നെ ഏത് സബൂഫറും ഈ ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഫ്രീക്വൻസി കൺട്രോൾ അടക്കം വെളിയിൽ കൊടുക്കുന്നത്. കസ്റ്റമർക്ക് ഏതൊരു സബും നമ്മുടെ ഈ ആംപ്ലിഫയർ ആയിട്ട് മാച്ച് ആക്കാൻ പറ്റും. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രീ സ്റ്റേജ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിൽ നമുക്ക് JBL സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ 6 ഇഞ്ച് 30 വാട്ട് വരുന്ന ഓഫറും ഇതിനകത്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ബഡ്ജറ്റ് വരുന്നത് നമുക്ക് ഒരു 25 രൂപയുടെ താഴത്തേക്കാണ് നമുക്ക് ഇതിന്റെ ബഡ്ജറ്റ് വരുന്നത്. ഇതിന്റെ മാക്സിമം ബഡ്ജറ്റ് ആണ് 25 റേഞ്ചാണ് ഈ ആമ്പിന്റെ മാക്സിമം റേറ്റ് വരുന്നത്. അപ്പൊ അതിലും കുറച്ചും ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ അടുത്തായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുകളിലേക്കും നമുക്ക് നല്ല രീതിയിൽ ചാനലൊക്കെ വാട്ട് കൂട്ടി തന്നെ സബൊക്കെ പവർ കൂട്ടിയിട്ട് വേറെ മോഡൽ നമുക്ക് ചെയ്യാം. ഇതിൽ ഈ കിറ്റിന് തന്നെ നമുക്ക് എത്ര രൂപ വരും എന്നുള്ളത് ഒരു എല്ലാവർക്കും അറിയണതാണ്. 10 രൂപയുടെ മുകളിൽ ഈ കിറ്റിന് വിലയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് ആമ്പിന് വരുന്നത്. പിന്നെ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് ആംപ്ലിഫയറിന്റെ കാര്യങ്ങളിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ച് ഇമ്പോർട്ടഡ് സ്പീക്കർ, അത് സ്റ്റിക്കർ ഫിനിഷ് ചെയ്തിട്ടുള്ള വിനൈൽ മോഡൽ ചെയ്തിട്ടുള്ള സ്പീക്കർ ബോക്സുകളും നമ്മൾ റെക്സിൻ ടൈപ്പിൽ ചെയ്തെടുത്തിട്ടുള്ള 12 ഇഞ്ച് ബോക്സും മാഗ്നറ്റ്സിന്റെ സബൂഫറാണ് നമ്മൾ ഈ ഒരു കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റ് ഒക്കെ കേട്ടിട്ട് നമുക്ക് ബോക്സ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ആംപ്ലിഫയർ ഇപ്പോൾ ഫുള്ള് റണ്ണിങ്ങിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് റൈറ്റും അതേപോലെ തന്നെ ഒരു 10 ഇഞ്ചിൻ്റെ ഡൈനിറ്റിയാണ് നമ്മൾ സബ്ബായിട്ട് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഓഡിയോ കേൾക്കാം. പക്ക സൈലൻ്റ് ഐറ്റം, നോ നോയ്സ്, നോ ഹമ്മിങ്, നോ ഹിസ്സിങ്.